എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോളിഫ്ലവർ കറി വെക്കാവേ. അതിനായിട്ട് കോളിഫ്ലവർ നന്നായിട്ട് ഇതുപോലെ അടത്തിയെടുത്തിട്ട് നല്ലതായിട്ട് കഴുകിയെടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചൂറ്റിയെടുക്കാവേ. ഈ കറി യൂട്യൂബിൽ ഒരു ചേച്ചി വെക്കുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് 3-4 അല്ലി ചുമന്നുള്ളി, 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരപ്പിനകത്ത് അധികം വെള്ളമൊന്നും ചേർക്കരുത്. ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ഈ ഊറ്റി വെച്ച കോളിഫ്ലവറിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ആ കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതേ നമ്മുടെ അരപ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സവോള അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് തക്കാളിക്ക, കുറച്ച് കറിവേപ്പില. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്കിട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. എല്ലാം കൂടി ഇട്ട് കൊടുത്താൽ മതി. കുറേശ്ശെ ഇട്ട് വേണേലും കോരിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് ചെറുതായിട്ട് ഇതിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒന്ന് ചെറുതീയിലിട്ട് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ വറുത്തെടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കുമേ. ഇപ്പം ഞാൻ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കിയില്ല. ഞാനിപ്പോൾ അതേ പാനിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാൻ പോവാണ്. വേണേൽ ഇതൊന്ന് കഴുകിയിട്ടെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് ഇച്ചിരി ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സവോള നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിക്ക് എല്ലാം അത്യാവശ്യം ഒന്ന് വെന്തുടഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ പെരിഞ്ജീരകം നേരത്തെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന കൊണ്ട് ഇനി മസാല ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഈ സമയം കുറച്ച് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും ചേർക്കുവോ, അല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ചേർക്കുകയോ ചെയ്യാവേ. എന്നിട്ട് ഈ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഗ്രേവി എല്ലാം അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി മസാലക്കുത്തൊന്നും ഇല്ലാത്ത ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.